നമസ്കാരം, എൻ്റെ പേര് സജിത. ഈസി കുക്കിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്വീറ്റ് റെസിപ്പിയാണ്. തമിഴ്നാടിൻ്റെ തന്നെ കേസരി റെസിപ്പിയാണ്. ഇതൊരു വെറൈറ്റി കേസരിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? വായോ. നല്ല പഴുത്ത മാമ്പഴവും അതുപോലെ തന്നെ ഒരു കപ്പ് റവയ്ക്ക് 2 കപ്പ് പഞ്ചസാര, 1 കപ്പ് നെയ്യ്, കുറച്ച് കിസ്മിസ്, കുറച്ച് കാഷ്യൂ, പിന്നെ ഏലക്ക പൊടിച്ചതും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് മാമ്പഴം നന്നായിട്ട് അരച്ച് പൾപ്പാക്കി എടുക്കണം. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഇനി നമ്മൾ ഒരു പാൻ വെച്ചതിന് ശേഷം പാൻ ചൂടായതിന് ശേഷം ആ 1 കപ്പ് നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടാകുമ്പോൾ കാഷ്യൂവും കിസ്മിസും നന്നായിട്ട് വറുത്ത് കോരുക. ഇനി ഇത് വറുത്ത് മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് റവയിട്ട് നന്നായിട്ട് വഴറ്റുക. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. നന്നായിട്ട് അതിൽ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ച വെള്ളം, അതായത് 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് അളവ് എന്നുള്ള രീതിയിൽ വെള്ളം എടുക്കണം. അപ്പം ഞാൻ ഇവിടെ 2 കപ്പ് അളവ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് കുറുകി ആ റവ അതിൽ നന്നായിട്ട് വെന്ത് വരണം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 കപ്പ് ഷുഗർ ആഡ് ചെയ്യണം. ഷുഗർ നന്നായിട്ട് മെൽറ്റായി ഈ റവ അങ്ങുമൊക്കെ കട്ടയായിട്ട് കിടക്കും. അതിൻ്റെ കട്ടകളെല്ലാം നമ്മൾ ഉടച്ചുടച്ച് ഈ ഷുഗറിൽ നന്നായിട്ട് ചേർക്കണം. കുറച്ച് നേരം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കട്ടകളൊന്നും ഇല്ലാതായതിന് ശേഷം നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി അതും കൂടി ചേർക്കാം. ഇപ്പോൾ മാമ്പഴത്തിന് നല്ല സ്വീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇതിത്തിരി മുന്നേ നിൽക്കുന്ന പോലെയാണ്. ഇവിടെ എല്ലാവർക്കും സ്വീറ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. മാമ്പഴം അത്യാവശ്യം മധുരമുള്ളതാണ്. അപ്പോൾ മാമ്പഴത്തിൻ്റെ പൾപ്പ് അരച്ചത് 1 കപ്പ് അതും കൂടി ചേർക്കാം. ഇപ്പോൾ സാധാരണ കേസരിക്ക് നമ്മൾ ഫുഡ് കളർ ചേർക്കും, കേസരി പൗഡർ ചേർക്കും. ഇപ്പോൾ ഞാനിതിൽ ഒരു കളർ പൗഡറും ചേർത്തിട്ടില്ല. മാമ്പഴത്തിൻ്റെ തന്നെ കളറാണ്. നന്നായിട്ട് എന്നിട്ട് അതും കൂടി ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന കാഷ്നട്ടും മുന്തിരിയെല്ലാം അതിലേക്ക് ചേർക്കുക. നന്നായിട്ട് ഇളക്കി ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവമാകുമ്പോൾ നെയ്യൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുക. ഇപ്പം നമുക്കത് സെർവ് ചെയ്യാം. ഇരിക്കുമ്പോൾ ഒത്തിരി കൂടി കട്ടിയാവും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.